നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. ഇന്ന് നമുക്ക് പ്രഗ്നൻസിയിൽ എക്സസൈസ് ചെയ്യാവോ ഇല്ലയോ, ആർക്കൊക്കെ എക്സസൈസ് ചെയ്യാം, എല്ലാ ഗർഭിണികൾക്കും എക്സസൈസ് ചെയ്യാമോ, ചെയ്യുന്നോണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഗർഭകാലത്ത് വ്യായാമം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗർഭിണിയുടെ ഫിസിക്കൽ ആയിക്കോട്ടെ, മെന്റൽ ആയിക്കോട്ടെ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ് വ്യായാമം എന്ന് പറയുന്നത്. അതുവരെ ഗർഭിണിയാവുന്നവരെ വ്യായാമം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഗർഭകാലത്ത് വ്യായാമം ചെയ്യേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഗർഭിണിയുടെ ആരോഗ്യത്തിന് അത് വളരെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ എന്തായിരിക്കും നമ്മൾ വ്യായാമം ചെയ്തുകൊണ്ട് വരുന്ന ബെനിഫിറ്റ്സ്, എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവാം? ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഗർഭകാലത്ത് ഇപ്പൊ കൂടിക്കൂടി വരുന്ന BP ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, പ്രഗ്നൻസിയിൽ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. പ്രഗ്നൻസിയിൽ ആയിരിക്കും ആദ്യമായിട്ട് BP അല്ലെങ്കിൽ ഷുഗർ കണ്ടുപിടിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനും, അഥവാ ഓൾറെഡി ഒരു ഗർഭിണിക്ക് ഉണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ കൺട്രോളിൽ നിർത്താനും നമുക്ക് വ്യായാമം കൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് അഡ്രസ്സ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി വ്യായാമമാണ്. മരുന്നുകൾ ആവശ്യമുള്ളവരുണ്ടാവാം, എന്നാൽ പോലും വ്യായാമത്തിന് അതിൻ്റെ കൺട്രോളിൽ ഒരു വലിയൊരു പങ്കുണ്ട്. പിന്നെ പൊതുവേ ഗർഭിണികളിലെല്ലാം കണ്ടുവരുന്ന ഒരു സംഗതിയാണ് നമുക്ക് ദഹന പ്രക്രിയയിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഗർഭകാലത്ത്. ഉദാഹരണത്തിന് അസിഡിറ്റി, ഹാർട്ട് ബേൺ നമ്മൾ പറയുന്ന നെഞ്ചരിച്ചില്, അതുപോലെ തന്നെ മോഷൻ ടൈറ്റ് ആവുന്ന അവസ്ഥ, കോൺസ്റ്റിപ്പേഷൻ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് വ്യായാമത്തിലൂടെ സാധിക്കും. അതിന് പ്രോപ്പറായിട്ടുള്ള ആഹാര രീതിയുണ്ട്. അതിനോടൊപ്പം തന്നെ വ്യായാമവും നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ വ്യായാമം ചെയ്യുന്നതിൽ വഴി ഈ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഗർഭകാലത്ത് കണ്ടുവരുന്ന ഒരു സംഗതിയാണ് അമിതമായിട്ട് വെയിറ്റ് വെക്കുക എന്നുള്ളത്. അത് പ്രഗ്നൻസി കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 11 മുതൽ ഒരു 12 കിലോ വരെയാണ് നോർമലി ഉള്ള ഒരു വെയിറ്റ് ഗെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പല ഗർഭിണികൾക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഇനീഷ്യലി തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു 45 അല്ലെങ്കിൽ ഒരു 50 കിലോ വെയിറ്റിലായിരിക്കും. പക്ഷെ ഡെലിവറി ടൈം ആകുമ്പോഴത്തേനും, ലാസ്റ്റ് പോയിന്റ് ആകുമ്പോഴത്തേനും ചിലപ്പോൾ ഒരു 20 കിലോ, 20-ന് മേളിൽ കൂടുന്ന ഗർഭിണികളും ഉണ്ട്. അപ്പം അങ്ങനെ എക്സ്ട്രാ ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ നമുക്ക് ഒരു പരിധി വരെ വ്യായാമം വഴി കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വ്യായാമവും കൂടി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പ്രഗ്നൻസി ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഹെൽത്തി ആക്കാനായിട്ട് നമുക്ക് പറ്റും. കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറഞ്ഞ് പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായി. അതുപോലെ ഇതിപ്പോൾ ഫിസിക്കൽ ബെനിഫിറ്റ്സ് ആണ്. നമുക്ക് മെന്റലിയും അതുപോലെ തന്നെ പലർക്കും ഗർഭകാലത്ത് ഹോർമോണൽ ചേഞ്ചസ് കാരണം ഡിപ്രഷൻ, കുറച്ച് ആങ്സൈറ്റി, അങ്ങനെയുള്ള കുറച്ച് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ വരാം. വ്യായാമം ശരിക്കും പറഞ്ഞാൽ അതിന് നല്ല ഒരു റെമഡി എന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യുന്നവർക്ക് ഡിപ്രഷൻ അളവൊക്കെ വളരെ കുറഞ്ഞിരിക്കും നമ്മുടെ ഗർഭകാലത്ത്. കാരണം ഇത് മെന്റൽ ഹെൽത്തും നമുക്ക് ഒരേപോലെ തന്നെ, ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഗർഭകാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇനി എല്ലാ ഗർഭിണികളും എക്സസൈസ് ചെയ്യാവോ, എല്ലാ ഗർഭിണികൾക്കും വ്യായാമം ചെയ്യാൻ പാടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗർഭിണികളും ഫിസിക്കൽ ഈ നല്ല ആക്റ്റീവ് ആയിട്ട് വേണം നമ്മുടെ ഗർഭകാലത്ത് കൊണ്ടുപോകാനായിട്ട്. വളരെ അപൂർവമായിട്ടുള്ള ചില കോൺട്രാഇൻഡിക്കേഷൻസ് നമ്മൾ പറയും. എന്ന് വെച്ചാൽ അധികം എക്സസൈസ് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. അത് ഓൾറെഡി അവര് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് മറുപിള്ള താഴെയായിട്ടുള്ളവര്, പ്രഗ്നൻസി സമയത്ത് എപ്പോഴെങ്കിലും ബ്ലീഡിങ് വന്നിട്ടുള്ളവര്, ഗർഭകാലത്ത് എപ്പോഴെങ്കിലും വെള്ളം പൊട്ടിപ്പോവാ, നമ്മൾ ലീക്കിംഗ് എന്ന് പറയും, വെള്ളം പൊട്ടിപ്പോയിട്ടുള്ളവര്, അങ്ങനെ വളരെ കുറച്ച് കോംപ്ലിക്കേഷൻസേ ഉള്ളൂ നമുക്ക് പ്രഗ്നൻസിയിൽ വ്യായാമം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരും എന്ന് പറയാനുള്ളത്. പിന്നെ ചിലർക്ക് ഗർഭകാലത്തില് ക്ഷീണം ഉണ്ടാവും, അമിതമായ ക്ഷീണം, ചിലപ്പോൾ വിളർച്ച, നല്ല പോലെയുള്ള അനീമിയ ഉണ്ടാവും, സിവിയർ അനീമിയ നമ്മൾ പറയും. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഗർഭിണികളും ഒരു പരിധി വരെ ചിലപ്പം വ്യായാമം അത്രയും അവർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല.
അത് നമുക്ക് കറക്റ്റഡ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കും വ്യായാമം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരും, പ്രശ്നമില്ല. പക്ഷെ നല്ല വളർച്ചയുള്ളവർക്ക് ചിലപ്പം അത്രയും എക്സസൈസ് ടോളറൻസ് ചിലപ്പോൾ കാണില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന് തീരെ വളർച്ചക്കുറവ് ഉള്ളവരുണ്ട്, അങ്ങനെയുള്ളവർക്കും ചിലപ്പം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ റെസ്റ്റ് പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞിന്റെ വെയിറ്റ് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് വ്യായാമങ്ങൾ ഒരു പരിധി വരെ ചിലപ്പോൾ കുറയ്ക്കേണ്ടതായിട്ട് വരാം. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ യോഗ കണ്ടിന്യൂ ചെയ്യുന്നതിന് പ്രശ്നമില്ല, ഡാൻസ് കളിക്കുന്ന ആളാണെങ്കിൽ ഡാൻസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് പ്രശ്നമില്ല, സ്വിമ്മിങ് നല്ലൊരു എക്സസൈസ് ആണ്, പ്രഗ്നൻസി സമയത്ത് ചെയ്യാനായിട്ട് പ്രശ്നമൊന്നുമില്ല. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ നടക്കുകയെങ്കിലും ചെയ്യാം. അപ്പൊ അതിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തം നല്ലൊരു വ്യായാമമാണ്, അത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ. അതായത് നമ്മൾ ഏത് രീതിയിലുള്ള എക്സസൈസ് ആണെങ്കിലും ദിവസം ഒരു അരമണിക്കൂറും 30 മുതൽ ഒരു 40 മിനിറ്റ് വരെ എങ്കിലും ചെയ്തുകൊണ്ടേ നമുക്ക് ആ വ്യായാമത്തിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു 5 ദിവസം എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ 30 മിനിറ്റുള്ള നടത്തം ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇതുവരെ എക്സസൈസ് ഒന്നുമേ ചെയ്യാത്ത ആൾക്കാർക്ക് ചിലപ്പം ഇനിഷ്യലി തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആദ്യം ഒരു 10 മിനിറ്റ് നടത്തം ഒരാഴ്ച അങ്ങനെ ട്രൈ ചെയ്യാം, അങ്ങനെ തുടങ്ങാം നമുക്ക് പതുക്കെ. പിന്നെ പതുക്കെ അടുത്ത ആഴ്ചയിലോട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൂട്ടി 15 മിനിറ്റ് 20 മിനിറ്റ് ആ രീതിയിൽ നമുക്ക് ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ 1.5 മാസം കൊണ്ടോ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് വരെ ഡെയിലി ഉള്ള നടത്തം എന്നുള്ള രീതിയിലാക്കാം. അത് റെഗുലർ ആയിട്ട് ചെയ്തോണ്ടേ കാര്യമുള്ളൂ. ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 ദിവസം എങ്കിലും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ വ്യായാമത്തിന്റെ ഒരു പ്രയോജനം കിട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ചെറിയ രീതിയിലുള്ള എന്ത് എക്സസൈസും ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ ഒത്തിരി ജേർക്കി മൂവ്മെന്റ്സ് ഉള്ളത്, അതായത് വീഴ്ച ഉണ്ടാവാൻ സാധ്യതയുള്ള വ്യായാമങ്ങളൊക്കെ പൊതുവെ ഗർഭിണികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് വീഴ്ചയൊന്നും പ്രഗ്നൻസിയിൽ അത്ര അഭികാമ്യമല്ല. അപ്പം അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മൈൽഡ് മുതൽ മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ് വരെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. 30 മിനിറ്റ് ഒരു ദിവസം ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും വ്യായാമം നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുവഴി അമ്മയ്ക്കാണെങ്കിലും കുഞ്ഞിനാണെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ വെള്ളം പൊട്ടിപ്പോവുക, അത് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. തീർത്തും ഇല്ലാന്ന് തന്നെ പറയാം. പക്ഷെ സ്റ്റിൽ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, ബ്ലീഡിങ് ഉണ്ടാവുകയോ വെള്ളം പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ കുറച്ച് ചെയ്യുമ്പോൾ തന്നെ 10 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ കിതപ്പോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് തോന്നുന്നവര് തീർച്ചയായിട്ടും അവരുടെ ഗൈനക്കോളജിസ്റ്റിനോട് ഈ വിവരം പറയണം. കാരണം ശരിക്കും ഒരു ഗർഭിണിക്ക് അത്രയൊന്നും നോർമലി ഈ അരമണിക്കൂറുള്ള ചെറിയ രീതിയിലുള്ള നടത്തമൊന്നും ചെയ്യുമ്പോഴത്തേനും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരേണ്ട കാര്യമില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ അങ്ങനെ വന്നത് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ എല്ലാ ഗർഭിണികളും വ്യായാമം അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നന്ദി.